തിരുവനന്തപുരം ജില്ലയിലെ ഇലപ്പാറ പഞ്ചായത്തിലെ കുറ്റുമൂട് വാർഡിലുള്ള ഒരു വീടാണ്. വളരെ ശോചനീയാവസ്ഥയിലുള്ള വീടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തും അവിടെ ആ വാർഡിലെ തന്നെ മെമ്പറുടെ കൂടെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടുത്തെ വീട്ടമ്മ തന്നെ ഒരു രോഗിണിയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അവർക്ക് 3 പെൺകുട്ടികളാണുള്ളത്. 3 പെൺകുട്ടികളും പഠിക്കുകയാണ്. അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. ഈ വീട് ഒരു കാറ്റ് വന്നാൽ ഈ വീട് താഴെ പോവും. അത്രയ്ക്ക് ശോചനീയാവസ്ഥയിലാണ് വീടിരിക്കുന്നത്. അപ്പം ഇത് എങ്ങനെയും അവർക്കൊരു ആശ്രയം, ആരെങ്കിലും ഒരു സഹായിക്കാൻ പറ്റുവാണെങ്കിൽ അവരൊരു നിലവിളിക്കുവാണ്. ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തയ്യാറാകണമെന്ന് അവർ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ദുസ്ഥിതി നിങ്ങൾ കണ്ടു മനസ്സിലാക്കേണ്ടതാണ്. ഈ വീടിൻ്റെ അവസ്ഥ നമ്മൾ ഓർക്കണം. നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം ജില്ലയിലെ പെടുന്ന ഒരു വീടിൻ്റെ അവസ്ഥയാണ് നമ്മൾ ഈ കാണിക്കുന്നത്. എനിക്ക് 3 പെൺകൊച്ചുങ്ങളാണ് ഇവിടെ. 3 പേരും പഠിക്കുന്ന 3 കൊച്ചുങ്ങളാണ്. ഹൈസ്കൂളിൽ പഠിക്കുന്ന കൊച്ചുങ്ങളാണ്. പിന്നെ എൻ്റെ ഭർത്താവ് ഒരു വയ്യാത്തയാണ്. വയ്യാത്തെന്ന് പറഞ്ഞാൽ വണ്ടിയിൽ നിന്നൊക്കെ വീടും സ്ഥിരം ജോലിക്കൊന്നും അങ്ങനെ പോകാൻ പറ്റും. പിന്നെ എനിക്ക് കിഡ്നി പേഷ്യൻ്റാണ്. ക്രിയാറ്റിന് വ്യത്യാസം അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കാല് ബ്ലോക്കാണ്. ജോലിക്ക് നിന്ന് ജോലിയൊന്നും ചെയ്യാൻ വയ്യ. പിന്നെ 2-3 വർഷത്തിന് മുമ്പ് ഒരു കാറ്റ് വന്ന് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് മൊത്തവും പോയി. അന്നുപോലും ഞാൻ കളക്ടറേറ്റിലും പഞ്ചായത്തിലും എല്ലായിടത്തും ഞാൻ പരാതി കൊടുത്തു. പിന്നെ എനിക്ക് ഇതുവരെ അതിൻ്റെ ഒരു ആനുകൂല്യം എനിക്ക് ചെയ്തിട്ടുമില്ല. എനിക്ക് രാത്രി മഴ പെയ്താലും മഴയും വന്നാൽ ഞാൻ എണീച്ചിരുന്നാണ് നേരം വെളുപ്പിക്കുന്നത്. എനിക്ക് കിടന്നുറങ്ങാൻ ഒന്നിനും ഇതില്ല. പിന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ വീട്ടിനകത്ത് കിടക്കുന്നത്. കുറേ നാളുകൊണ്ട് ഇതിനു വേണ്ടി കയറി ഇറങ്ങണം. ഇപ്പം ഞാനൊരു രോഗിയും കൂടെയാണ്. എൻ്റെ കൊച്ചുങ്ങൾക്ക് പഠിക്കാനൊന്നും ഇവിടെ ഒരു സ്ഥലമില്ല. വളരെ കഷ്ടതയിലാണ് എൻ്റെ ജീവിതം. 3 പെൺകൊച്ചുങ്ങൾ. അവർ മൂത്ത ആൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ, രണ്ടാമത്തെ ആൾ +2 കഴിഞ്ഞ് നിൽക്കണം, മൂന്നാമത്തെ ആൾ ഇപ്പോൾ 10ൽ എഴുതിയിട്ടിരിക്കണം. മാർക്കൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ആണോ? ഇനി അടുത്ത തന്നെ പ്രോഗ്രാമിന് പോകാനായിട്ടാ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തെങ്കിലും പോകണം. ആണോ? അഡ്മിഷനൊക്കെ എടുത്തോ? ഇല്ല. പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ ഇവിടെ ഈ സാഹചര്യത്തിൽ? റിസൾട്ട് 810 മാർക്ക്. സ്റ്റേറ്റ് സിലബസ് ആയിരുന്നോ? ആണോ പഠിച്ചത്? മോടെ പേരെങ്ങനെയാ? മോളെന്ത് പഠിക്കുന്നു? 10 കഴിഞ്ഞിരിക്കുന്നു. ഈ കൊല്ലം അല്ലേ? റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. മോളെ ലക്ഷ്മി. മോളെന്നെ എടുക്കുന്നു? ഞാൻ ഡിഗ്രിയിലാണോ? ഏതാ ഡിഗ്രി? ബികോം. എങ്ങനെയുണ്ട് ഇവിടെ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ? ഭയങ്കര ഇവിടെ പാടല്ലേ? പുസ്തകമൊക്കെ നനയൊക്കെ ചെയ്യും അല്ലേ? മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അല്ലേ? കിടക്കാനൊക്കെ ബുദ്ധിമുട്ടാ അല്ലേ? ഒരവസ്ഥ വളരെ മോശമാണ് അല്ലേ? കാറ്റൊക്കെ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ. കാറ്റ് വന്നാൽ ബുദ്ധിമുട്ടാണ്. ഈ കൊതുകിന്റെ ഒക്കെ ശല്യമൊക്കെ ഇല്ലേ ഇവിടെ രാത്രി കാലങ്ങളിലൊക്കെ? പിന്നെ ഇഴജന്തുക്കളെ പേടിക്കണം അല്ലേ? വല്ലാത്തൊരവസ്ഥ തന്നെയാ അല്ലേ? ഓക്കെ. അപ്പോൾ ഒത്തിരി നിങ്ങളെ കാണാൻ സാധിച്ചാൽ ഒത്തിരി സന്തോഷം കേട്ടോ. ഞങ്ങൾ നോക്കട്ടെ കേട്ടോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. പഠിപ്പിക്കുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ട്. സ്കൂളിൽ നിന്നൊക്കെ കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്ലാസ്സിൽ അതുമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. സാറന്മാർക്കൊക്കെ അറിയാം, എൻ്റെ അവസ്ഥയൊക്കെ അറിയാം. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ കൊച്ചുങ്ങളല്ലേ നമുക്ക് പഠിപ്പിക്കണമല്ലേ, അങ്ങനെ വെച്ച് പഠിച്ചു പോകും. 3 പെൺകൊച്ചുങ്ങളാണ്. ഇത് 7 സെന്റ് സ്ഥലം. അപ്ലൈ ചെയ്ത് ലൈഫിൽ ഇപ്പം 3-4 വർഷമായി ഞാൻ അപ്ലൈ ചെയ്ത്. അപ്പം ഗ്രാമസഭയിൽ ഫസ്റ്റ് വീടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതെല്ലാം നീക്കി മാറ്റി. ഇപ്പം എനിക്കറിയാൻ വയ്യ. പഞ്ചായത്ത് മെമ്പർ അന്ന് ഫസ്റ്റിൽ എനിക്ക് വീട് പറഞ്ഞതാണ്. പിന്നെ അത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അത് കഴിഞ്ഞ് കളക്ടറേറ്റിൽ ഞാൻ പോയി. കളക്ടറേറ്റിൽ പരാതി കൊടുത്ത് അവിടെ നിന്ന് വന്ന് നോക്കിയിട്ട് പോയി. പിന്നെ അതിനെ സംബന്ധിച്ച് പിന്നെ ഒന്നും അവർ മുന്നോട്ട് വച്ചിട്ടില്ല. ഇപ്പം പിന്നെ ഇവിടെ മെമ്പർ നമ്മൾ ഇവിടെ വെച്ച ബ്ലോക്കിൽ വെച്ച് പിന്നെ അത് വെച്ചിട്ടുണ്ട്, പ്രധാനമന്ത്രിയിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഇതുവരെ എനിക്ക് ഒരു ആനുകൂല്യം എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഒരു 3-4-5 വർഷം കൊണ്ട് ഞാൻ ഇതിന് വേണ്ടി 5-6 വർഷം കൊണ്ട് ഞാൻ ഇതിന് അലയാണ്. ഇവിടെ ഈ ഭിത്തിയെ വെള്ളം വീണ ഇതെല്ലാം ഇടിഞ്ഞു വീഴത്തില്ലയോ? ഇതും വീഴും സാറേ. എവിടെ കിടക്കും? ഞാൻ കൊച്ചുങ്ങളെ ഇട്ടുകൊണ്ട് ഇവിടെ കിടക്കാനല്ല എന്തേലും ചെയ്യാൻ പറ്റും. അവിടെ കിടക്കാനൊന്നും പറ്റൂല. അവിടെ ഇതിന്റെ മണ്ടയ്ക്ക് ഷീറ്റ് ഇട്ടേക്കുന്നത് എന്തുകൊണ്ടാ? ഷീറ്റ് മണ്ണ് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ആസ്പെറ്റാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ 3 വർഷത്തിന് മുമ്പ് ഒരു പ്രകൃതിക്ഷോഭം കാറ്റിൽ പോയി. അതിനും ഞാൻ അപേക്ഷ വെച്ച് അതിൽ നിന്നും ഒന്നും കിട്ടിയിട്ടില്ല. ആ പ്രകൃതിക്ഷോഭത്തിനും കിട്ടിയിട്ടില്ല. നമ്മൾ ചെന്ന് തിരക്കുമ്പോൾ അതൊന്നും ആയിട്ടില്ലെന്ന്. എനിക്ക് ഈ പഞ്ചായത്തും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അമ്മ മരിച്ചുപോയി. അച്ഛൻ്റെ 14 വയസ്സിൽ മരിച്ച്. അമ്മ എൻ്റെ കൊച്ചുങ്ങൾ ചെറുപ്പത്തിൽ മരിച്ചപ്പോൾ എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിഞ്ഞും കൂടാ. ഇറങ്ങി കയറി എല്ലായിടത്തും പറയണ കേട്ടോണ്ട് തിരിച്ചു വരാനേ അറിയാം. റേഷൻ കാർഡുണ്ട്, BPL കാർഡ്. ഇപ്പോഴത്തെ മഴയത്ത് ഞാൻ കള്ളം പറയല്ല, ഞാൻ എണീച്ചിരിക്കുകയാണ് ചെയ്യണത്.
കാറ്റും മഴയും വരുമ്പോൾ എണീച്ച് നേരം വെളുക്കും. എനിക്ക് BP ഇതും എല്ലാം കിഡ്നിയുടെ ഇതും ഒക്കെ ഉണ്ട്. അപ്പം എണീച്ചിരുന്നാൽ എനിക്ക് BP ഒക്കെ കൂടുതലാണ്. ഞാൻ മെഡിക്കൽ കോളേജിലെ ചികിത്സയിലാണ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് എൻ്റെ ജീവിതം. എനിക്കൊരു വീട് കിട്ടിയാൽ മതി. എനിക്ക് എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ കൊച്ചുങ്ങളെ വളർത്തി നോക്കിക്കോളാം. എനിക്കൊരു വീട് ശരിയാക്കി കിട്ടിയാൽ മതി. എത്ര കാലമായി ഇങ്ങനെ അസുഖം? ഇപ്പം 3 വർഷമായി. 3 വർഷം കൊണ്ട് ഇങ്ങനെ. എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബമൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? വരുമാനമൊക്കെ കാര്യങ്ങൾ? വരുമാനം വല്ലപ്പോഴൊക്കെ ഭർത്താവിനുള്ള പണിയിൽ തന്നെ അല്ല. പിന്നെ എനിക്ക് ഗുളിക മേടിക്കാനൊക്കെ നല്ല തുകയാവും. എനിക്ക് ആശുപത്രിയിൽ ഗുളിക ഇപ്പം മെമ്പർ ഇതിൽ പോയി വാങ്ങിച്ചാൽ അവർ പറഞ്ഞ് അവിടെ അങ്ങനത്തെ ഗുളിക അത്രയും കൂടിയ ഗുളിക അവിടെ വരൂല. പിന്നെ 3-4 ഗുളിക തന്നിട്ട് പറഞ്ഞ് ബാക്കി പുറത്തുനിന്ന് എടുത്തേ പറ്റൂ, ഇവിടെ അങ്ങനെ വരൂല എന്ന് പറഞ്ഞു. അപ്പം അത് കിട്ടാറില്ല. ഞാൻ വെളിയിൽ നിന്നാണ് ഗുളിക വാങ്ങിക്കുന്നതും. പിന്നെ ബ്ലഡ് 2 മാസം കൂടുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അവിടെ ആശുപത്രി കാണിക്കുന്നതും എല്ലാം നമ്മളെ കയ്യിൽ ഇത് വെച്ച് തന്നെ ചെയ്യണത്. കയ്യിലെന്ന് പറഞ്ഞാൽ കടങ്ങൾ. എൻ്റെ പേര് ലേഖ. ബന്ധുക്കാരൊന്നും സഹായിക്കാറില്ലേ? ബന്ധുക്കാരങ്ങനെ സഹായമൊന്നുമില്ല. പിന്നെ ഒരു ചേച്ചിയുള്ളത്, അവരും ഇതുപോലെയൊക്കെ തന്നെ ജീവിക്കണം. അവരെ കാര്യം മാത്രം ചെയ്തു പോകാനുള്ള ഗതിയെ അവരൊക്കെ ഉള്ളു. പിന്നെ ഉയർന്ന ബന്ധുക്കളൊന്നുമില്ല. പണമായിട്ട് ഉയർന്ന് ജീവിക്കുന്നവരൊന്നുമില്ല. ഈ വലിയ മഴക്കാലത്തൊക്കെ എന്ത് ചെയ്യും ഇങ്ങനെ കാറ്റും മഴയൊക്കെ വരുമ്പോഴത്തേക്കിന്? ഇവിടെ കാണും, ഇവിടെ ഇരിക്കും. ഇവിടെ തന്നെ നമ്മൾ മഴ പെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് 2-3 ദിവസം കൊണ്ട് ഈ പേരും കാറ്റും മഴയും വരുമ്പോൾ വീട്ടിൽ ഇരിക്കുകയാണ് ചെയ്യണം. വീട്ടിൽ ഇരുന്ന് നേരം വെളുപ്പിക്കും. അല്ലാതെ കിടന്നുറങ്ങാൻ പാങ്ങില്ല. മെമ്പറോട് മെമ്പർ ഇപ്പൊ വീട് കണ്ടു, വീടിന്റെ കഷ്ടപ്പാട് കണ്ടു. ഇതിനൊന്നും നമുക്ക് എന്താ മാർഗം? ഇത് തിരുവനന്തപുരം പുല്ലമ്പാറയിലുള്ള ഗ്രാമപഞ്ചായത്താണ്. രാഷ്ട്രപതിയിൽ നിന്നൊക്കെ അവാർഡ് വാങ്ങിച്ചാണ്. പല രീതിക്ക് അവാർഡ് വാങ്ങിച്ച പഞ്ചായത്താണ്. പക്ഷേ നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള വീടുകൾ ഒരുപാടുണ്ട്. ഇതൊന്നും ആരും നോക്കാറില്ല, കാണാറില്ല. ഇത് യഥാർത്ഥത്തിൽ ഗ്രാമപഞ്ചായത്തിൽ ആദ്യം 2022-23 കാറ്റടിച്ച് ഇത് എടുത്തുകൊണ്ട് പോയതാണ്. അന്ന് ഇവിടെ ഒരു വില്ലേജ് ഓഫീസർ ഉണ്ടെന്ന് അവർ വന്ന് ഇതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഇതുവരെ ഒരു നയ പൈസ കിട്ടിയിട്ടില്ല. ഇതിൽ കോൺഗ്രസ്സുകാരാവട്ടെ, BJPക്കാരാവട്ടെ, കമ്മ്യൂണിസ്റ്റുകാരാവട്ടെ ഒരു മനുഷ്യൻ വന്ന് എത്തി നോക്കുകയോ ഒരു ഇരുവരെ സഹായം ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഈ കൊച്ചെന്ന് പറഞ്ഞാൽ കിഡ്നി പേഷ്യൻ്റാണ്. അവർ 3 പെൺകുട്ടികളാണ്. വിവാഹപ്രായമായ 3 കുട്ടികളാണ്. ഒരാളിപ്പോൾ SLC ജയിച്ചു കഴിഞ്ഞു, രണ്ടാമത്തെ ആൾ +2 തീരാറായി, മൂന്നാമത്തെ ആൾ ഡിഗ്രിക്കായി. അപ്പോൾ ഈ അവസ്ഥയിൽ 3 പേരും ഈ അച്ഛനും അമ്മയും കൂടെ ഒരു മണ്ണ് വെച്ച റൂമിനകത്താണ് ഇവർ കഴിയുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ? പഞ്ചായത്തിൽ ഒന്നും ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ, ഞാൻ പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ ഞങ്ങൾ ഈ ഗ്രാമസഭയിൽ ആദ്യത്തെ പേര് ഇവരതാക്കിക്കൊണ്ട് ലേഖ എല്ലാം എഴുതി ഗ്രാമസഭ പാസ്സാക്കിയപ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ വന്നാൽ ലൈഫിൽ കൂടെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കൊടുത്ത അപേക്ഷ ഗവൺമെൻറ് നിരസിച്ചുകൊണ്ട് അവർ സർക്കാർ ഉദ്യോഗസ്ഥരെ പറഞ്ഞു വിട്ട് ഫോട്ടോ എടുപ്പിച്ച് എല്ലാം എഴുതി പോയി. ആകെ 5 സെൻറ്റ് വസ്തുവിനുള്ള ഈ കാണുന്ന വീടാണ്. ഇവർക്ക് കൊടുത്തില്ല, പിന്നെ ആക്കാണ് കൊടുക്കുന്നത് ഈ ഗവൺമെൻറ്. ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി ആളിനെ നിർത്തി ഫോട്ടോ എടുത്ത് എല്ലാം കൊണ്ടുപോയി. പക്ഷേ ആ കൊച്ചിൻ്റെ പ്രായം കുറവെന്നും പറഞ്ഞാണ് അന്ന് അപേക്ഷയിൽ. അല്ല, ഇത് അവർ ഇപ്പോൾ സർക്കാരിൻ്റെ കണക്കിൽ വിധവയും പ്രായം കൂടിയ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തിട്ടാണ് ഇതിൻ്റെ താഴോട്ട് കൊടുക്കുന്നത്. ഇവർക്ക് ഇത്ര 40? എനിക്ക് ഇപ്പം 40 വയസ്സായി. അപ്പോൾ അത് പ്രായം കുറവെന്ന് പറഞ്ഞ് 380-400 വീട് കിടക്കുന്ന. അപ്പോൾ അത് ഇപ്പോൾ 1 മുതൽ 100 വരെയാണ് ഈ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് കൊടുത്തുകൊണ്ടിരിക്കണം. 101 മുതൽ ഇതുവരെ ബാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവർക്ക് അങ്ങനെ ലൈഫിൻ്റെ ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ മരിച്ചാൽ പോലും ഇവർക്ക് ഈ വീട് കിട്ടാൻ സാധ്യതയില്ല. കാര്യം കൊടുക്കൂല. ഈ മഴ കഴിയുമ്പോഴത്തേക്ക് ഇവരൊക്കെ ഉണ്ടാകുമെന്ന് പോലും നമുക്കറിയാക്കൂല. അതുകൊണ്ടാണ് ഞാൻ ഈ മണ്ടയ്ക്ക് വീണ ഇത് ആരെങ്കിലും കാണണം. ഇത് ഈ ഗവൺമെൻറ്റോ ഈ പഞ്ചായത്തോ മറ്റുള്ള ഏതെങ്കിലും ആൾക്കാർ ഇതൊന്ന് കാണണം. മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരോ കണ്ട് ആരായിരുന്നാലും അവരെ സഹായിച്ചാൽ മതി. അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല, ആക്കുവാണെങ്കിലും അവരെ സഹായിക്കാം. കാര്യം അവരെ 3 പിള്ളേരും തന്തയും തള്ളയും അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. ഞാൻ പല പ്രാവശ്യവും പല കാര്യമായിട്ട് ഇവിടെ വന്നു. അവർക്ക് വീട് കിട്ടാത്തതുകൊണ്ട് തിരിച്ച് വീണ്ടും ഇവിടെ വന്ന് പറഞ്ഞു. കളക്ടറേറ്റിൽ കൊടുത്തു. കളക്ടറേറ്റിൽ പേപ്പർ വന്നു. അവിടെ സെക്രട്ടറി വന്നു നോക്കി, വീണ്ടും എഴുതി വിട്ട്. പിന്നെ അത് ഒരു വിവരം ഒന്നും അറിയാൻ വയ്യ. ഇതാണ് അവസ്ഥ. തരണമെന്നുണ്ട്. ഒരുപാട് മെമ്പർ നമുക്ക് വേണ്ടി അലഞ്ഞു. പക്ഷേ ഗ്രാമസഭയിലും ഫസ്റ്റ് വീട് മെമ്പർ വെച്ചതാണ്. പിന്നെ അതെല്ലാം നീക്കി പറക്കി പോയി. നമ്മൾ ചോദിക്കുമ്പോൾ പറയും അത് നമ്മൾ അത് വെച്ചില്ല, ഇത് വെച്ചില്ല, എനിക്ക് വയ്യാത്തത് അതിൽ വെക്കണമായിരുന്നു. പിന്നെ ഈ കൊച്ചുങ്ങൾ ഈ വീട് ഇങ്ങനെ വെച്ച് തരൂല. അപ്പോൾ ഈ വയ്യ എന്നുള്ള ഇതുള്ളതുകൊണ്ടേ ഒരു തരൂ. കയറി കിടക്കാൻ ഇടം തരണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും രോഗം വരണം.
അതാണ് ഞാൻ നോക്കിയിട്ട് നമ്മളെ പഞ്ചായത്തിൽ നടക്കണം. നമുക്ക് എന്തെങ്കിലും മാറാൻ രോഗം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് തരുമായിരിക്കും. പക്ഷേ ഇത്രയും ഗതികെട്ട വീട് കൊടുക്കണമെന്നില്ല. ഇവരെ ഭർത്താവ് റബ്ബർ വെട്ടിയാണ് വല്ലപ്പോഴൊക്കെ കൊണ്ടുവന്ന് ഇവരെ ഉപജീവനങ്ങൾ. ഭർത്താവ് വണ്ടിയിൽ നിന്ന് ഒരിക്കൽ വണ്ടി ഇടിച്ചൊക്കെ വീണ് മുഖമൊക്കെ അടിച്ച് വീണ് അതിനുശേഷം ഈ നടുവും കൈയൊക്കെ സ്ഥിരം ജോലിക്ക് പോകുമ്പോഴത്തേക്ക് ഭയങ്കര വേദനയും ബുദ്ധിമുട്ടും ഒക്കെയാണ്. അപ്പോൾ മാറി മാറി ഓരോ ജോലിക്കും പോകും. കുറച്ചാൾ ഒന്നിന് പോയി, കുറച്ച് റബ്ബർ വെട്ടാൻ പോകും, അങ്ങനെ പലതിനും പോകും. അങ്ങനെയൊക്കെയാണ് ജീവിതം മുമ്പോട്ട് പോണത്. ഇപ്പം നമുക്ക് ഒരുപാട് സഹായങ്ങൾ പല രീതിയിൽ പലർക്കും കൊടുക്കുന്നൊക്കെയുണ്ട്. പക്ഷേ ഈ വീട്ടമ്മയ്ക്ക് ഒരു സഹായവും കിട്ടിയിട്ടില്ലെന്നാണ് വളരെ വിഷമിച്ച് പറയുന്നത്, അല്ലേ? എനിക്കൊരു സഹായവും കിട്ടിയിട്ടില്ല. എനിക്ക് പഞ്ചായത്തിൽ നിന്ന് വീട്ടിന് ഒന്നും, എനിക്ക് വയ്യാത്തതിന് വരെ ഞാൻ കൊണ്ടുവന്ന് പരാതി കൊടുത്തിട്ട് അതിനും ഒന്നും കിട്ടിയിട്ടില്ല. എനിക്ക് പഞ്ചായത്തിൽ നിന്ന് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളെ പിന്നെ ആര് സഹായിക്കുമെന്നാണ് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത്? നമ്മൾ ഇത് ഉള്ളത് ഈ പറഞ്ഞ കണക്ക് മെമ്പറോട് ഇങ്ങനെ ഞാൻ പറയും. മെമ്പർ പലരെയും ഇതുപോലെ പല രീതിയിലും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അവരൊക്കെ എന്നാ പറയുന്നത്? അവർ ഇവിടെ വന്ന് നോക്കും, ഫോട്ടോ എടുക്കും, നമ്മളേന്ന് പിന്നെ ഇതിന് ചിലവിന് കുറച്ച് പൈസ ആവും, നമ്മളത് കൊണ്ടുവന്ന് അവരെ ഏൽപ്പിക്കും. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് അത് പിന്നെ ഇതും കാണൂല. അപ്പം നമ്മൾ വിളിച്ചു നോക്കാൻ പറയാം അത് വേറെ രീതിയിൽ പോയി, അല്ലെങ്കിൽ വേറെ സ്കൂൾ വഴി ഇങ്ങനെ വീട്ടിൻ്റെ ഇത് പറഞ്ഞ് അതും ഞാൻ വിളിച്ചു നോക്കിയപ്പം പിന്നീട് പറഞ്ഞു അത് വേറൊരു കൊച്ചിന് പോയി, അങ്ങനെയെല്ലാം പറഞ്ഞ്. ടീച്ചേഴ്സ് കണ്ടിട്ടില്ല. പക്ഷെ സ്കൂളിലെ ടീച്ചർ അവളെ സാറിനൊക്കെ അറിയാം. സാറൊക്കെ വിളിച്ച് അന്വേഷിക്കാറുണ്ട്, ഇങ്ങനെ വീട്ടിന്റെ ഇത് വേറെ ഏതെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും സ്കൂളിൽ നിന്നൊക്കെ. ഇത് പിള്ളേരുടെ പാഠപുസ്തകവും അതുപോലെ തന്നെ സ്കൂൾ ബാഗും ഒക്കെ നശിച്ചു പോകുന്ന സ്ഥിതിയാണല്ലോ. ഇവിടെ ഇത് ഇടിഞ്ഞു പോയപ്പോ കുറേയേറെ സാധനങ്ങൾ കൊച്ചുങ്ങൾ പഠിക്കുന്ന ബാഗും ചെളിയും ഇത് നനഞ്ഞിരിക്കണം. അത് മാത്രമല്ല ഈ നമ്മൾ ഈ ടാർപ്പ് കെട്ടിയപ്പോ ഇതിന്റെ മണ്ടയിൽ ഈ കുരങ്ങൊക്കെ വന്ന് എപ്പോഴും ചാടി അതെല്ലാം കീറിയിരിക്കുകയാണ്. അത് ചോറയും ചെയ്യും. ഇതെല്ലാം അന്നത്തെ കാറ്റത്ത് പോയതാണ്. പഠിക്കുന്ന പെൺകുട്ടികളാണിത്. അവർക്ക് രോഗങ്ങൾ വരെ ഉണ്ടാകാനുള്ള സാഹചര്യമാണ് ഈ വീട് കഴിയുമ്പോൾ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോവുക. തീർച്ചയായിട്ടും നിങ്ങൾ സഹായിക്കാൻ പറ്റുന്നവരൊക്കെ സഹായിക്കുക, പറ്റുന്നവർ കോൺടാക്ട് ചെയ്യുക. സഹായിക്കാൻ പറ്റുന്നവർ സുമനസ്സുകൾ ഒരുപാട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുമനസ്സുകളായിട്ടുള്ള ധാരാളം ആളുകളുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കാരണം ഈ കുടുംബത്തെ നിങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ആർക്ക് പറ്റുന്നതൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഈ പുല്ലപ്പാറ പഞ്ചായത്തിലെ ഈ വാർഡിലെ മെമ്പർ എന്ന് പറയുന്നത് ഷാജി മെമ്പറാണ്. എല്ലാ കാര്യത്തിലും ഇവിടെ ഓടി നടക്കുന്നൊരു മെമ്പറാണ്. ആ മെമ്പർ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു നന്മ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മെമ്പറാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടി ഓടി നടക്കുകയാണ്. മെമ്പർ തന്നെയാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് ഈ വീട് കാണിച്ചു തന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ ഈ ശോചനീയാവസ്ഥ മനസ്സിലായത്. ഈ കുടുംബത്തിന് തന്നെ നിങ്ങൾ ഏൽപ്പിക്കുന്ന എന്താണേലും ആ നന്മ ഈ കുടുംബത്തിന് തന്നെ ലഭിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് തരികയാണ്. കേരളീയ ചാനൽ ഉറപ്പ് തരികയാണ്. അവർ വളരെ ദുഃഖത്തിലാണ് ജീവിക്കുന്നത്. ഇത് കണ്ടോണ്ടിരുന്ന് കരഞ്ഞോണ്ടിരിക്കാനേ ഒക്കെയുള്ളൂ സാറേ. അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് യാതൊരു ഗതിയും ഇല്ല. ഞങ്ങൾ രണ്ടുപേരും രോഗികളാണ്. വയസ്സായ ഞങ്ങൾക്ക് ഒരു ജോലിയും ഒന്നും ചെയ്യാനും ഒന്നും വയ്യ. എന്തായാലും ഉടനെ തന്നെ ഈ ബ്ലോക്കിൻ്റെയോ ലൈഫിൻ്റെയോ വീട് ഉടൻ കിട്ടാൻ സാധ്യതയില്ല. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് കൊടുക്കാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ കേൾക്കുന്ന ജനങ്ങളോടും മറ്റുള്ളവരോടും ഒരു അഭ്യർത്ഥനയാണ്, എങ്ങനെയെങ്കിലും നിങ്ങളാൽ കഴിയുന്ന സഹായിച്ച് ഈ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തണം. കാര്യം 3 പെൺകുട്ടികൾ പഠിക്കുകയാണ്. അവരാരെങ്കിലും ഒന്ന് ഏറ്റെടുത്ത് പഠിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ അവർ പഠിക്കാൻ തയ്യാറുള്ള കുട്ടികളാണ്. എല്ലാം നല്ല A+ വാങ്ങിച്ച് ജയിച്ച കുട്ടികളാണ്. അവർ പഠിക്കാൻ തയ്യാറുമാണ്. പക്ഷേ അവർക്കൊരു ഒരു കുട്ടിയെ ഇപ്പോൾ ഡിഗ്രിക്ക് കഴിയണം, ഒരു കല്യാണം കഴിച്ചു കൊണ്ടുപോയാൽ ഇവിടെ വന്ന് കിടക്കാൻ ഒരു റൂമില്ല. നമ്മളതൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളിവിടെ എല്ലാവരും 5 നേരം ഉണ്ട്, ഉറങ്ങുന്നവരും ഉണ്ട്. വീട്ടുകാർ കഴിയുന്നവർ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കുക ഈ കുടുംബത്തിനെങ്കിലും. പക്ഷേ പഠനമുറി എന്നും പറഞ്ഞൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ. അത് SC-കാർക്ക് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഇവർ ഈഴവാസമാണ്. അപ്പം അവർക്കില്ല. ഈഴവാസം മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കൾക്കൊന്നും അങ്ങനെ പഠനമുറി പറഞ്ഞിട്ടില്ല. ഈ ഹരിജനങ്ങൾക്കും SC-കാർക്കാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് കിട്ടൂല. എന്തായിരുന്നാലും ഇത് കേട്ട് കഴിയുന്നവർ മനസ്സലിഞ്ഞ് അവരെ ഒന്ന് സഹായിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.